Yeah, I have to. I will leave the club at the end of the season. I can understand that it's a shock for a lot of people in this moment when you hear it the first time, but obviously I can explain it. ഡോട്ട്മുണ്ടിൽ നിന്നും ക്ലോപ്പിന്റെ കൂടുമാറ്റത്തോടെയാണ് ലിവർപൂളിന്റെ മാറ്റം തുടങ്ങുന്നത്. 2015 ആൻഫീൽഡിന്റെ മുഖ്യ സൂത്രധാരകനായി ചുമതലയേറ്റെടുക്കുന്ന ക്ലോപ്പിന് മുമ്പിൽ വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ലീഗിൽ തരം താഴ്ത്തപ്പെട്ട ടീമിനെ തന്റെ ടാക്ടിക്കൽ മികവ് കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സീസണുകളിലും ടോപ്പ് 5-ലേക്കുള്ള ലിവർപൂളിന്റെ കുതിപ്പ് അയാളിലെ മികവിനെ വിളിച്ചോതുന്നു. പെപ്പ് എന്ന അധികായകൻ പ്രീമിയർ ലീഗിന്റെ മൈതാനങ്ങളെ വിറപ്പിച്ചിരുന്ന കാലത്തും ക്ലോപ്പും ലിവർപൂളും അതേ പകിട്ടോടെ തിളങ്ങിക്കൊണ്ടിരുന്നു. സാക്ഷാൽ ലിയണൽ മെസ്സിയും ലെവൻഡോസ്കിയും ഹാളൻഡും കെവിൻ ഡിബ്രോയിനുമെല്ലാം മടങ്ങുന്ന ഇതിഹാസങ്ങളെ അണിയിച്ചൊരുക്കിയ പെപ്പിനേക്കാളും തകർന്ന് തരിപ്പണമായ മെയിൻസും ഡോട്ട്മുണ്ടും ലിവർപൂളുമാണ് ക്ലോപ്പിന്റെ ചോയ്സ് എന്നതാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. എതിരാളികളെ കീഴടക്കുന്നതിലുപരി ആൻഫീൽഡ് ആരാധകരുടെ ഹൃദയം വിജയിച്ചവനാണ് അയാൾ. വിജയും തോൽവിയും ഒരുപോലെ സ്വീകരിക്കുന്ന, പിഴവുകളെ മനസ്സിലാക്കുന്ന ലോക ഫുട്ബോളിലെ അപൂർവം ചില മാനേജർമാരിലൊരാൾ. ഏതൊരു വിഖ്യാത കോച്ച് എന്ന പോലെ അയാൾക്കും പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. തിരികെ ഉയർത്തെഴുന്നേൽക്കാനും ശ്രമിക്കുന്നുണ്ട്. തോൽവികളിൽ അടിപതറാതെയുള്ള മാനേജിംഗ് കരിയറാണ് ക്ലോപ്പിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മനസ്സിനെ കീറിമുറിക്കും പോലെയാണ് പിന്നീട് ആ വാർത്ത വന്നത്. പ്രീമിയർ ലീഗ് ചരിത്രം കണ്ട ഏറ്റവും മികച്ച മാനേജറായ യർഗൻ ക്ലോപ്പ് നീണ്ട 9 വർഷങ്ങൾക്കിപ്പുറം ഒരുപറ്റം ഓർമ്മകൾ ബാക്കിയാക്കി ലിവർപൂൾ വിടാനൊരുങ്ങുന്നു. തകർച്ചയുടെ വക്കിൽ നിന്ന് തുടക്കം കുറിച്ച പ്രയാണം UCL-ഉം പ്രീമിയർ ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും അടക്കം നിരവധി ട്രോഫികൾ ലിവർപൂളിനായി സമർപ്പിച്ച് അയാൾ തിരികെ നടക്കുകയാണ്. ഒരു പതിറ്റാണ്ടോളം പ്രീമിയർ ലീഗ് മൈതാനങ്ങൾക്ക് മനോഹര ഫുട്ബോൾ സമ്മാനിച്ച യർഗൻ ക്ലോപ്പ് എന്ന ജർമ്മൻ വസന്തം ആൻഫീൽഡുകാരോട് വിട പറയുകയാണ്.